വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഹാനിയ യാനഗിഹാര എഴുതിയിരിക്കുന്ന എ ലിറ്റിൽ ലൈഫ് എന്ന നോവലാണ്. ഈ പുസ്തകം മാൻ ബുക്കർ പ്രൈസ് 2015 മാൻ ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ്. എന്നിട്ട് പിന്നെ ഫൈനൽ ലിസ്റ്റിലെത്തിയതിനെയാണ് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയാം. അപ്പം അങ്ങനെ ഫൈനൽ ലിസ്റ്റിലെത്തിയിട്ട് അതിൽ നിന്ന് തള്ളിപ്പോയ ഒരു നോവലാണ്. അപ്പോൾ അന്ന് തൊട്ട് തന്നെ ഭയങ്കരമായിട്ട് ആളുകൾ ഇതിനെ ഹൈപ്പ് ചെയ്തിട്ട് ഭയങ്കരമായ ഒരു സാഡസ്റ്റ്, ഒരു ട്രോമാറ്റിക് സ്റ്റോറിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബ് ചാനൽസിലും ഒരുപാട് ബുക്ക് ഗ്രൂപ്പുകളിലും ഒക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പിക്കാഡോർ പബ്ലിഷേഴ്സാണ്. ഇതിൻ്റെ വില 699 രൂപയാണ്. ഞാനിത് ക്രോസ് വേർഡിൽ നിന്ന് 483 അങ്ങനത്തെ ഒരു റേറ്റിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഡിസ്കൗണ്ട് സെയിൽ ഒക്കെ വന്നപ്പോൾ അങ്ങനെ മേടിച്ച് വെച്ചതാണ്. ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണോ എന്നുള്ള ഒരു സംശയത്തിലാണ്. കാരണം ഇതൊരു ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ടൊരു സാഡ് സ്റ്റോറിയാണ്. ഭയങ്കരമായിട്ട് ട്രോമാറ്റിക്. ഈ പുസ്തകത്തിനകത്തുള്ള മെയിൻ ക്യാരക്ടർ അനുഭവിക്കാത്ത ട്രോമകളൊന്നുമില്ല എന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെ ഒരു സാഡസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് നിങ്ങൾക്ക് തരണോ, നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണോ എന്നുള്ള ഒരു സംശയത്തിലാണ്. ഈ പുസ്തകം 720 പേജാണ്. ഭയങ്കര വലിയ പുസ്തകമാണ്. ഇറ്റ്സ് എ ഹെഫ്റ്റി നോവൽ. പിന്നെ ഇതിനകത്ത് പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് 7 സബ് ഹെഡിങ് ആണ്. കണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 7 സബ് ഹെഡിങ് ആണ്. ലിസ്പനാർഡ് സ്ട്രീറ്റ്, ദ പോസ്റ്റ് മാൻ, വാനിറ്റീസ്, ദ ആക്സിയം ഓഫ് ഇക്വാളിറ്റി, പിന്നെ ദ ഹാപ്പി ഇയേഴ്സ്, ഡിയർ കോമ്രേഡ്, പിന്നെ വീണ്ടും ലിസ്പനാർഡ് സ്ട്രീറ്റ്. ഇനി ഈ ഓരോ ലിസ്പനാർഡ് സ്ട്രീറ്റിൽ തന്നെ 3 ചാപ്റ്റേഴ്സാണ്. അങ്ങനെ ഓരോ ഇതിലും ഈ 7 എണ്ണത്തിലും 3 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് പറയുന്നത്. ഭയങ്കരമായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. ഒരു ചെറിയ ഒരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആർട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ വന്നു പോകുന്ന ആ ആർട്ട് ഉണ്ടാക്കുമ്പോൾ വന്നു പോകുന്ന ആൾക്കാരുടെ കഥയും അങ്ങനെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് എഴുതിയത്. ശരിക്കും പറയാമെന്ന് വെച്ചാൽ അത് മാത്രമാണ് എനിക്കിതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയ കാരണം തുടക്കത്തിൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് എന്താണ് ജൂഡിൻ്റെ കഥ എന്നറിയാനായിട്ട് നമ്മൾ തുടക്കത്തിൽ വായിച്ച് നമുക്കൊരു അവസാനിക്കാറാവും, ഒരു 3/4 ഭാഗമാകുമ്പോൾ തന്നെ നമുക്ക് ജൂഡിൻ്റെ കഥ അറിയും. പിന്നെ അതിൻ്റെ എൻഡിങ് എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് ലാഗടിച്ചിട്ട് പോകുന്ന ഒരു സിനിമ പോലെ ഭയങ്കരമായിട്ട് നീട്ടിപ്പരത്തി. എന്തിനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഒരു 500 പേജിലൊക്കെ തീർക്കാവുന്ന ഒരു നോവലായിട്ട് ഇതിനെ മാറ്റാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം നമുക്ക് അവസാനം എന്താണ് ഇതിൻ്റെ എൻഡിങ് എന്ന് അറിയാനായിട്ട് വായിച്ച് ഞാൻ പിന്നെ കുറേയൊക്കെ ഞാനിങ്ങനെ ഓടിച്ച് വായിക്കുകയെന്ന് പറഞ്ഞു. നമ്മൾ പാഠപുസ്തകം വായിക്കുന്നത് പോലെ ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് സ്കിപ്പ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് പേജുകളൊക്കെ ഞാൻ അവസാനത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഭയങ്കര നീളമാണ് ഈ പുസ്തകത്തിന്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് സാഡാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കാത്ത ട്രോമകളൊന്നുമില്ല. അതായത് അനാഥനായിട്ട് ജനിക്കുക, സെക്ഷൽ അബ്യൂസ്, ജനിച്ച് അതായത് അവരെ വളർത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ട് ഇമോഷണൽ അബ്യൂസും ചൈൽഡ് അബ്യൂസും സെക്ഷൽ അബ്യൂസും ഒക്കെ നേരിടേണ്ടി വരാം. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു രക്ഷപ്പെടുത്തുന്ന വിശ്വസിച്ച് മീൻസ് ഒരു സ്ഥലത്ത് ചാടി പോവുകയാണ്. ഒരു സ്ഥലത്തുനിന്ന് അവിടുന്ന് ചാടി പോകുമ്പോൾ അവിടുന്ന് വിശ്വസിച്ച് എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് വിശ്വസിച്ച ആള് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റുകയാണ് ഈ കുഞ്ഞിനെ. അങ്ങനെ ഈ കുഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ട് അവിടുന്ന് പോലീസൊക്കെ റെയ്ഡ് ചെയ്ത് ഒരു ഹോം, അതായത് ഈ ഷെൽട്ടർ ഹോമിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കൗൺസിലേഴ്സും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക്, അതായത് വേറെ എവിടേക്കെങ്കിലും രക്ഷപ്പെടാം. ഈ ഷെൽട്ടർ ഹോമിൽ നിന്ന് ഒളിച്ചോടി പോകുമ്പോൾ വഴിയിൽ കാണുന്ന ട്രക്ക് ഡ്രൈവേഴ്സും ഇവരൊക്കെ ഇവന് ലിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിന് പകരമായിട്ട് ഇവനെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് ഇവൻ അസുഖമായിട്ട് ഇവന് ഈ STD പോലത്തെ ഒരു അസുഖമൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒരു ഡോക്ടറാണ് ഇവനെ സേവ് ചെയ്യുന്നത്. ആ ഡോക്ടർ ഇവനെ മരുന്ന് കൊടുത്ത് ഇവനെ രക്ഷിക്കുന്നെങ്കിലും ഇവൻ്റെ രോഗം മാറ്റുമെങ്കിലും ആ ഡോക്ടറും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവന് മടുത്ത് ഇവൻ്റെ ശരീരം ആകെ ഷെയിമായി, ഇവന് കുറ്റബോധവും നിരാശയും അങ്ങനെ എല്ലാമായിട്ട് ഇവനാകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവൻ ആ ഡോക്ടറുടെ അടുത്ത് നിന്ന് ഒളിച്ചോടി പോകുന്നത്. അങ്ങനെ ആ ഡോക്ടറുടെ അടുത്ത് നിന്ന് ഒളിച്ചോടി പോകുമ്പോൾ ആ ഡോക്ടർ എന്ത് ചെയ്യുന്നു വെച്ചാൽ കാറെടുത്ത് പിന്നാലെ പോവുകയും ആ കാറിൽ ചെന്നിട്ട് ഇവനോട് പറയും ഓടി രക്ഷപ്പെട്ടോ, എന്തോരം വേണമെങ്കിലും ഓടിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇവനെ ചലഞ്ച് ചെയ്യും. അങ്ങനെ ഓടി ഇവൻ തളർന്ന് ഇവൻ വീഴുമ്പോൾ ഇവൻ്റെ മേത്തേക്കൂടെ വണ്ടി ഓടിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവൻ ഡിസേബിൾഡ് ആവുകയും മെയിൻ കഥാപാത്രം അങ്ങനെ ആവുകയും
അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ആന എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ വർക്കർ ഇവനെ കണ്ടുപിടിക്കുകയും അങ്ങനെ ആന എന്ന ആ ഒരു സോഷ്യൽ വർക്കറിൻ്റെ കഴിവുകൊണ്ടാണ് ഇവൻ കോളേജിലെത്തുകയും അങ്ങനെ ഇവൻ വലിയൊരു അറ്റോർണി ആയിട്ട് മാറുകയും ചെയ്യുന്നത്. അങ്ങനെ ഇവനൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണ്. അവൻ ലോവും സോഷ്യൽ സ്റ്റാറ്റസൊക്കെ കൂട്ടുന്നത് അവൻ ലോ ഒക്കെ പഠിച്ചു പിന്നെ അറ്റോർണി ഒക്കെ ആയതിനു ശേഷമാണ്. പിന്നെ ഇതിൻ്റെ ഇത് പറഞ്ഞപ്പോൾ ആദ്യം ഇവൻ ലിസ്ബനാർഡ് സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഇവൻ്റെ 4 സുഹൃത്തുക്കളുടെ കഥ കൂടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ മാൽക്കം, JB, സെൻറ്റ് ജൂഡ് ആൻഡ് വില്യം. ട്രോമ മുഴുവൻ പറഞ്ഞത് ജൂഡ് സെൻറ്റ് ഫ്രാൻസിസിൻ്റെ കഥയാണ്. ജൂഡ് സെൻറ്റ് ഫ്രാൻസിസിൻ്റെ ട്രോമയാണ് ഈ പുസ്തകം നിറയെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ജൂഡ് വയസ്സാവുമ്പോൾ ഈ ഡിസേബിൾഡ് ആയിട്ട് ഫിസിക്കൽ ഡിസേബിലിറ്റീസൊക്കെ വന്നു. ഈ ഒരു ആക്സിഡൻറ്റ് കാരണം, ഡോക്ടർ ട്രെയിലർ കാരണം ഉണ്ടായ ആക്സിഡൻറ്റ് കാരണം ഇവൻ ഇവൻ്റെ കാല് മുറിച്ച് കളയുകയും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു അതിൻ്റെ ഇടയിലൊരു റേപ്പ്, ഇവൻ്റെ പാർട്ട്ണറുടെ അടുത്തുനിന്ന് ഒരു റേപ്പ് അറ്റംപ്റ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവന് സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ നിങ്ങൾക്കിത് വലിയൊരു പുസ്തകമാണ്, ഭയങ്കര സാഡ് ആൻഡ് ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു നോവലാണ്. അപ്പോൾ നിങ്ങൾക്കിത് സാധിക്കുമെങ്കിൽ വായിക്കുക. നിങ്ങൾക്ക് നല്ല പ്രോസാണ്, എഴുത്ത് രീതിയൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇത്ര വലിപ്പം വേണ്ടിയിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.